നടിയായിട്ടുള്ള മെറീന മൈക്കലുണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് പേളിമാണി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പോസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു പേളിമാണിയും അതുപോലെ തന്നെ മെറീനയും തമ്മിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതോ ഒരു പരിപാടിയിൽ ഇതേ കണക്ക് മെറീന വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് താൻ അത് ഹോസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ തൻ്റെ അടുത്ത് അതിൻ്റെ ടീം പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് മെറീന ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള രീതിയിലും മെറീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായിട്ട് പേളി പറഞ്ഞൊരു കാര്യം, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ഷോയിൽ നിന്ന് മാറിയത്. അല്ലാതെ ഒരിക്കലും ഈ ഒരു മെറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടായത് കൊണ്ടൊന്നുമല്ല. പിന്നെ ഈ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലും എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ചൊക്കെ പേളി പറഞ്ഞത് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയതിനു ശേഷം പ്രതികരിച്ചുകൊണ്ടാണ് ഈ ഒരു മെറീന ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരാളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് അറിയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു കൺസിഡറേഷനാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് തന്നെ നിങ്ങൾക്കിപ്പം വിനയായിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് എന്നെ നോക്കിയും കണ്ടും പറയേണ്ടതായിരുന്നു, പക്ഷെ അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്കെതിരെ ഹേറ്റ് വന്നു. അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അതിന് പകരം ചിലവർ പേഴ്സണലായിട്ടൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇതുപോലെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒന്നും പ്രതികരിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും ആരും കേൾക്കാനില്ല എന്നുള്ളത് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പം സത്യങ്ങളെല്ലാം പുറത്തു വന്നു എന്നുള്ള രീതിയിലാണ് മെറീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് വന്നിട്ട് മെറീനയ്ക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അന്ന് നിങ്ങൾ തെറ്റായിട്ട് തിരിച്ചു, പേളിയെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടാണ് എന്നൊക്കെ കുറേ നെഗറ്റീവ് കമൻസൊക്കെ ഞങ്ങൾ ഇട്ടെന്ന് പറഞ്ഞിട്ട് മെറീനയ്ക്ക് സപ്പോർട്ടായിട്ട് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു.